ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം.
5 മിനിറ്റ് 15 സെക്കൻഡ് നിൽക്കുന്ന ഒരു വോയിസ് മെസ്സേജ്. ഏതോ ഒരു മൗലവിയുടെ വാചാലമായ പ്രസംഗമാണത്. അതിൽ പറയുന്നത് എന്താണ്? മങ്കൂസ് മൗലിദ് എന്ന് പറയുന്നത് വിഗ്രഹങ്ങളോട് സങ്കടപ്പെടാനുള്ള മൗലൂദാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയത് എന്താ? മങ്കൂസ് മൗലിദ് കൂലി കിട്ടുന്ന മൗലൂദാണെന്നാണ് മനസ്സിലാക്കിയത്, അല്ലേ? എന്നാ ഇപ്പോ ഈ ശഅബാൻ മാസത്തിൽ ഇറങ്ങിയ ഒരു വോയിസാണ്. എന്റെ മൊബൈലുണ്ട്, മൈക്കി കൂടി കേൾപ്പിക്കണോ? വേണമെങ്കിൽ ഞാൻ അതിന്റെ അല്പഭാഗം കേൾപ്പിക്കാം. എന്റെ മൊബൈലില് ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണത്. മങ്കൂസ് മൗലിദ് ആണോ? അത് വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കാനുള്ള മൗലൂദാണ്. ഇത് എല്ലാ മുജാഹിദുകളായ ചെറുപ്പക്കാരുടെ മൊബൈലിൽ എത്തിയിട്ടുണ്ട്. ഗൾഫ് നാടുകളില് ഈ ശഅബാൻ മാസത്തില് ഇതങ്ങട്ട് വൈറലായി. വൈറൽ എന്ന് പറഞ്ഞാൽ നമ്മള് ശരീരഭാഷയിൽ വൈറലുക എന്ന് പറയുന്നത് പോലെ ഇന്റർനെറ്റ് ഭാഷയിൽ വൈറൽ എന്നാ പറയാം. അപ്പോ ഇതിൽ കണ്ടോ, കേൾക്കില്ലേ? പറയുന്നത് കേൾക്കില്ലേ? ഇതിൽ പറയുന്നത് എന്താണ്? ബാക്കി അത് ഏർപ്പാടാകുമ്പോൾ കേൾപ്പിക്കാം. ഇതിൽ പറയുന്നത് എന്താണ്? ശരിക്കും ശ്രദ്ധിക്കണം. ഈ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം ശ്രമങ്ങൾ ലോകാടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചന മാത്രമാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ആക്ഷേപിക്കാനോ കുറ്റം പറയാനോ അല്ല. ഓക്കെ അല്ലയോ വിഗ്രഹങ്ങളെ, നിങ്ങളുടെ ചുറ്റുമാണല്ലോ ഈ മക്കയുടെയും അതേപോലെ വിദൂര പ്രദേശങ്ങളുടെയും സ്ഥലങ്ങളിൽ നിന്നും വന്നെത്തിച്ചേർന്നിട്ടുള്ള പ്രമാണിമാരായ വലിയ വലിയ ആളുകൾ. അല്ലയോ വിഗ്രഹങ്ങളെ, നിന്റെ ചുറ്റുമല്ലേ കൂടിയിട്ടുള്ളത്? അല്ലയോ വിഗ്രഹമേ, നിന്റെ ചുറ്റുമല്ലേ മക്കയിലെയും വിദൂര പ്രദേശങ്ങളിലെയും പ്രമാണിമാർ കൂടിയിട്ടുള്ളത്? തനക്കത്ത മക്ലൂബ, നീതാ തലകുത്തനെ വീട് കിടക്കുന്നു. ഞങ്ങളോടൊന്ന് പറയൂ, നീ എന്തിനാണ് വീണ് കിടക്കുന്നത്? സങ്കടം കൊണ്ട്, പൊന്നാര വിഗ്രഹമേ, നീ വീണ് കിടക്കുന്ന സങ്കടം കൊണ്ട് എന്റെ കണ്ണ് കരഞ്ഞു കരഞ്ഞ് ആ കണ്ണീരിലൂടെ ചരക്ക് ചുമക്കുന്ന ഒട്ടകങ്ങൾ ഒലിച്ചു പോകാനായിട്ടുണ്ട്.
അത്രത്തോളം വിഗ്രഹമേ ഞാൻ കരയുന്നുണ്ട്. എന്തായി മങ്കൂസ് മൗലിദ് പറയുന്നത്? വിഗ്രഹമേ, എന്റെ കണ്ണ് കരഞ്ഞുകൊണ്ട് ഞാൻ സങ്കടപ്പെടുകയാണ്. വിഗ്രഹമേ, അവ വിഗ്രഹത്തിനോട് പ്രാർത്ഥിക്കുന്ന, വിഗ്രഹത്തോട് അപേക്ഷിക്കുന്ന, വിഗ്രഹത്തോട് സങ്കടം പറയുന്ന മങ്കൂസ് മൗലിദ്. ആൾക്കാർ സോപ്പിടാൻ വേണ്ടി മുസ്ലിയാക്കന്മാരെന്ത് ചെയ്യും? സലാത്തും വതസ്ലീമും വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയതി. മൗലവിന്റെ അതേ ശൈലിയിൽ പറഞ്ഞതാണ്. നിങ്ങൾ നോക്കിക്കോ, ഇത് കേട്ടുകൊണ്ട് എത്ര ആളുകളാ മുജാഹിദാകുന്നത്? മങ്കൂസ് മൗലിദ് വിഗ്രഹത്തിനോടാണല്ലോ, എന്നാ ഞാൻ മുജാഹിദാകുന്നത് അല്ലേ? മങ്കൂസ് മൗലിദിന് വിഗ്രഹത്തിനോടാ പറയുന്നത്, എന്നാ ഞാൻ മുജാഹിദാകുന്നത്. അങ്ങനെയാണോ നമ്മൾ തീരുമാനിക്കേണ്ടത്? ഒരു പ്രസംഗം കേൾക്കുമ്പോഴത്തേക്ക് തീരുമാനം മാറ്റാൻ പറ്റുമോ? അന്വേഷിക്കണം. ആ വരിയുടെ തൊട്ട് മുമ്പിൽ എന്താ ഉള്ളത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വയസ്സിന് മുമ്പുണ്ടായ അമാനുഷികതകൾ വിശദീകരിക്കുകയാണ്. അതിന്റെ പേര് ഇർഹാസാത്ത് എന്നാണ്. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനവേളയിലുണ്ടായ അമാനുഷികതകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് റസൂലുള്ളാഹിന്റെ ജനനവേളയിൽ മക്കയിലുള്ള ബിംബങ്ങൾ തലകുത്തി മറിഞ്ഞുപോയി. അങ്ങനെ ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് എന്ന് പറയുന്ന ഖുറൈശി പ്രമുഖൻ തന്റെ കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ട് ഉത്സവപ്പറമ്പിൽ ചെന്നപ്പോഴതാ പ്രതിഷ്ഠിക്കപ്പെട്ട ബിംബം തലകുത്തി മറിഞ്ഞിരിക്കുന്നു. അതിനെ വീണ്ടും നിവർത്തി വെച്ചു, പക്ഷെ അത് തലകുത്തി വീണു. വീണ്ടും നിവർത്തി വെച്ചു, തലകുത്തി വീണു. വീണ്ടും നിവർത്തി വെച്ചു, പക്ഷേ തലകുത്തി വീണു. ഇതെന്താണ് കഥ? ഇതെന്തു അത്ഭുതം! ഇത് മഹാത്ഭുതമാണല്ലോ. ആ സമയത്ത് ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് നിമിഷക്കവിയാണ്, നിമിഷാർത്ഥകവിയാണ്. അദ്ദേഹമതാ തന്റെ ഹൃദയത്തിൽ കോപത്തിന്റെ അഗ്നിജ്വാലകളിൽ എന്ന് വന്ന നിലക്ക് അയാളൊരു പാട്ടുപാടുകയാണ്. അവൻ പാടി, അവന്റെ ഹൃദയം തീ കൊണ്ട് ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവൻ പാടുന്നത്. എന്താണ് അവൻ പാടുന്നത്? صناديد من وفد بعيد ومن قرب تنكست مقلوبا فما ذاك كلنا فمن حزننا قد درت العير بالسحب. ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് പാടുകയാണ്, ബിംബമേ, നീ എത്ര വലിയ ബിംബമായിരുന്നോ! വിദൂര നാടുകളിൽ നിന്ന് പോലും മഹാപുരുഷന്മാർ നിന്റെ ചുറ്റിലും അണികളായി നിൽക്കാറുണ്ടല്ലോ. നീ എന്താണ് തലകുത്തി വീഴുന്നത്? ഒന്ന് പറഞ്ഞു തരുമോ? നിന്നെ നിവർത്തി വെച്ചിട്ട് വീണ്ടും നീ തലകുത്തി മറിയുകയാണല്ലോ. ഞങ്ങൾക്ക് സങ്കടം കൊണ്ട് ഞങ്ങളുടെ കണ്ണുനീര് പേമാരി കണക്കെ, മേഘം കണക്കെ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് പറഞ്ഞു. നമ്മൾ പോയിട്ട് പറയണ്ട. ഈ ഇൻഡയറക്റ്റ് സ്പീച്ചും ഡയറക്റ്റ് സ്പീച്ചൊക്കെ ഉണ്ടല്ലോ. ഒരാള് പറഞ്ഞതിനെ ഉദ്ധരിക്കലുണ്ട്, അതിനകത്ത് അത് നമ്മൾ പറയുന്നു. എന്നിട്ട് ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസും കൂട്ടരും ഉത്സവപ്പറമ്പിൽ ചെന്നപ്പോഴുണ്ടായ പുണ്യപ്രവാചകന്റെ അമാനുഷികത അതായത് തൊട്ട് താഴെ പറയാ. അതിന്റെ തൊട്ട് താഴെന്താ മൗലവി നിങ്ങൾ കണ്ടില്ലേ? തൊട്ട് മുകളിൽ നിങ്ങൾ വായിച്ചില്ല, തൊട്ട് താഴെയും വായിച്ചില്ല. എന്നിട്ട് പാവപ്പെട്ട മുജാഹിദിന്റെ പ്രവർത്തകന്മാരെ തെറ്റിദ്ധരിപ്പിച്ച ഈ വോയിസ് ഇത് ഇട്ട ആളുകളോട് ഞാൻ ചോദിക്കട്ടെ, അതിന്റെ തൊട്ട് താഴെയില്ലേ? തറദ്ദാലി മൗലൂദിൻ അളാഅത്ത് ബിനൂരിഹി ജമീഉ ഫിജാജിൽ അർളി ഖൗഫൻ മിനർ റുഅബി. ഒരു നവജാത ശിശുവിന്റെ ജനനത്തിന്റെ പേരിലാണ് ഇത് തലകുത്തി വീഴുന്നത് എന്ന അശരീരിയുടെ ഗാനം അതിന്റെ തൊട്ടുതാഴെ പറഞ്ഞിട്ടില്ലേ? എന്താ കാണാതെ പോയത്? അല്ലാഹുവിന്റെ റസൂലിന്റെ 40 വയസ്സിന്റെ മുമ്പുണ്ടായ ഇർഹാസാത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന അമാനുഷികതകൾ വിശദീകരിക്കുന്ന മങ്കൂസ് മൗലിദിന്റെ വരികള് ബിംബത്തോടുള്ള യാചനയായിട്ട് അവതരിപ്പിക്കാൻ മാത്രം നിങ്ങൾ എന്തിനാണ് ഈ തെറ്റിദ്ധരിപ്പിക്കൽ നടത്തുന്നത്? അങ്ങനെ ഒരാൾ പറഞ്ഞതിനെ ഉദ്ധരിക്കുന്നത് തെറ്റാണോ? എന്നാൽ ഞാൻ ലളിതമായൊരു ചോദ്യം ചോദിക്കട്ടെ, വളരെ ലളിതമായ ചോദ്യം, ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന ചോദ്യമാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനായ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സ്വാദിന്റെ 4-ാമത്തെ ആയത്തില്ലേ, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദാ.
ഹാദാ ലശൈഉൻ ഉജാബ്. എന്താ അതിന്റെ അർത്ഥം? അജഅല, ഇവൻ ആക്കുകയാണോ, ഈ മുഹമ്മദ് ആക്കുകയാണോ, അൽ ആലിഹത, അനേകം ദൈവങ്ങളെ, ഇലാഹൻ വാഹിദ, ഒറ്റ ദൈവമൊന്ന് ആക്കുകയോ, ഇന്ന ഹാദാ, തീർച്ചയായിട്ടും ഇത് അംഗീകരിക്കാൻ പറ്റൂല. കാരണം ഇത് ലശൈഉൻ ഉജാബ്, ആശ്ചര്യകരമായ ഒരു കാര്യം തന്നെയാണ്. ഈ മുഹമ്മദ് എന്തായി കാണിക്കുന്നത്? ഇത് ഖുറൈശികൾ ചോദിച്ച ചോദ്യ, ഇത് ഖുറൈശികൾ റസൂലുള്ളാഹിനെ ചോദ്യം ചെയ്തതാണ്. അതിനെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ എടുത്തുദ്ധരിക്കുകയാണ്. ആ എടുത്തുദ്ധരിച്ചതിനെ നാം പാരായണം ചെയ്യുകയാണ്. അല്ലാതെ നമ്മൾ റസൂലുള്ളാഹിനെ ചോദ്യം ചെയ്യല്ല. ഈ ആയത്തോടുമ്പോൾ നമ്മൾ റസൂലുള്ളാഹിനെ ചോദ്യം ചെയ്യാ അല്ലല്ലോ. എന്നതുപോലെ ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസും സംഘവും കണ്ട അമാനുഷികതയ്ക്ക് മുമ്പിൽ പതറിപ്പോയ ശിർക്കിന്റെ കോട്ടകൊത്തകൾ തകർന്നടിയുന്നതിന്റെ പ്രതീകാത്മകതയ്ക്ക് മുമ്പിൽ പകച്ചുപോയ ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസിന്റെ ആലാപനത്തെ എടുത്തുദ്ധരിച്ചുകൊണ്ട് പാടുന്ന മങ്കൂസ് മൗലിദ്, എന്താണ് അതിൽ തെറ്റുള്ളത്? ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.